ഹായ് ഗൈസ്, ഏവർക്കും വിയൻഷൻ മീഡിയയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഒരു മൂവി റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പണ്ട് എന്നാ താൻ കേസുകൊട് എന്നൊരു മൂവി ഇറങ്ങിയിരുന്നല്ലോ. അപ്പൊ അതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് കഥാപാത്രങ്ങളെ വെച്ച് ഇറക്കിയ ഒരു മൂവിയാണിത്. സുരേഷിന്റെയും സുമലതയുടെയും എന്ന് തുടങ്ങുന്ന ഈ സിനിമ. അപ്പം ഞാനൊക്കെ ഒരുപാട് ആഗ്രഹിച്ചൊരു മൂവിയാണ് കേട്ടോ. കാരണം നമ്മൾ എന്നാ താൻ കേസുകൊട് എന്നൊരു സിനിമ കണ്ടപ്പം ഒരു രസകരമായിട്ടുള്ള ഫണ്ണി ആയിട്ടുള്ള, എന്നാൽ അതിലുപരി ഒരു കേസ് സംബന്ധമായിട്ട് ഒരു കോടതിന്റെ അന്തരീക്ഷത്തിൽ നടക്കുന്ന ഒരു കഥയായിട്ടാണ് ആ സിനിമ ത്രൂ ഔട്ട് പോകുന്നത്. അപ്പം നമ്മളൊക്കെ എൻജോയ് ചെയ്ത പടമാണ്. എന്നാൽ അതിന്റെ നേരെ വിപരീതമായിട്ടാണിത്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമം എന്താന്ന് വെച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു ഈ മൂവിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ നല്ല വെയിറ്റ് ചെയ്തൊരു മൂവിയായിരുന്നു ഇറങ്ങിയിട്ട് അത് കാണണം എന്നുള്ളത്. കാരണം ഇവരുടെ കോംബോ എനിക്ക് അതിൽ അത്രയും ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലാവാത്തത് എന്ത് പറ്റി നമ്മളെ മലയാള സിനിമയ്ക്ക് എന്നാണ്. മലയാള സിനിമ തുടങ്ങിയ ടൈമിൽ, അതായത് ഈ വർഷം തുടക്കത്തിൽ ഇറങ്ങിയ എല്ലാ പടങ്ങളും സൂപ്പർ ഹിറ്റ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ അതിന്റെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് റിവ്യൂസിൽ. ഭയങ്കര രസമായിരുന്നു. എന്റെ ബ്ലോഗിങ്ങിലടക്കം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇറങ്ങിയ പടങ്ങളൊക്കെ. മഞ്ഞുമൽ ബോയ്സ് ആണെങ്കിലും അങ്ങനെ പൃഥ്വിരാജിന്റെ പടമാണെങ്കിലും അങ്ങനെ എല്ലാ മൂവീസും ഒന്നിനൊന്നും മെച്ചായിട്ട് നല്ല അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഇപ്പോ ടോവിനോന്റെ ആ പടം ഞാൻ ഇപ്പൊ അടുത്ത് കണ്ടു. കാരണം ഞാൻ ഇട്ടിരുന്നല്ലോ അതിന്റെ റിവ്യൂ. ആ ഡയറക്ടർ പബ്ലിഷ് ചെയ്ത ആ മൂവി ഞാൻ കണ്ടു, വഴക്ക് തന്നിട്ട്. അപ്പൊ ഞാൻ അതിന്റെ റിവ്യൂ ആണ് മെയിനായിട്ട്. ഞാൻ ഇന്നേ വരെ ഒരു മൂവിക്കും നെഗറ്റീവ് റിവ്യൂ കൊടുത്തിട്ടില്ല. ആ പടം കണ്ടിട്ട് ആകെ മടുത്തിരിക്കുമ്പോഴാണ് ഈ ഒരു പടം ഇറങ്ങിയത്. അപ്പൊ ഈ ഒരു പടം എന്തായാലും ഇവരുടെ കോമ്പോ എല്ലാം അടിപൊളിയായിരിക്കുന്ന കയറിയതാണ്. ഈ കഥ നടക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ ഫുള്ള് ഫ്ലോപ്പ് ഒക്കെ നോക്കൂല കേട്ടോ മൂവി എന്ന് വെച്ചാൽ. പറഞ്ഞ ആ കഥ നിങ്ങളോട് പറഞ്ഞിട്ട് വെറുതെ ഒരു സ്പോയിലർ ആക്കണ്ടെന്നുണ്ട്. ഈ ഒരു കഥ നടക്കുന്നത് ശരിക്കും നമുക്ക് ആ സിനിമ കാണുമ്പോൾ തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു നാട് ഫുള്ള് ഒരു നാടകത്തിന്റെ പ്രാന്തുള്ള ആൾക്കാർ ഒരു നാട്ടിൽ കൂടി അങ്ങനെ ഉണ്ടാവും. ആ ഒരു രീതിയിലാണ് കഥ ടൈലന്റ് വരെ പോകുന്നത്. അപ്പോ പിന്നെ ഏറ്റവും ക്ലൈമാക്സ് ഒക്കെ തട്ടിക്കൂട്ടിയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോറി, കാരണം എനിക്ക് തീരെ വർക്കായില്ല. ഭയങ്കര ബോറിംഗ് ആയിട്ടാണ് തോന്നിയത്. കാരണം ഭയങ്കര നീട്ടല്ല. ഈ നാടകം തന്നെ നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ ഹ്യൂമറൊക്കെ കയറ്റിയിട്ട് നല്ല രീതിയിൽ, അല്ലെങ്കിൽ നല്ലൊരു ഫാമിലി ഓറിയന്റഡ് ആയിട്ട് തമാശയൊക്കെ കയറ്റിയിട്ട് ആ ഒരു ജോണർ ഉണ്ടല്ലോ നമ്മുടെ എന്നാ താൻ കേസ് കൂടെ എന്നുള്ള അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യായിരുന്നു. കാരണം അത്രയും നല്ല ഫ്രഷ്നെസ് തന്നെ. ഇത് കുറെ 80s 90s പോവുക, പിന്നെയും തിരിച്ച് ഈ കാലത്തിലേക്ക് വരിക, അങ്ങനെ അങ്ങനെ ഒക്കെ കൂടി മിക്സ് ആയിട്ടുള്ള രീതിയിൽ. അതേപോലെ തന്നെ കുഞ്ചാക്കോവിന് ചെറിയ റോളിൽ വരുന്നുണ്ട്. ലാസ്റ്റത്തെ കുറച്ച് ഇമ്പോർട്ടന്റ് റോൾ ആണെങ്കിൽ പോലും കുഞ്ചാക്കോവിനെ വെറുതെ പ്ലേസ് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത്. സോറി, നെഗറ്റീവ് റിവ്യൂ മാത്രം പറയാന്ന് വിചാരിക്കരുത്. എല്ലാവരും അഭിനയം സ്റ്റണ്ണിങ് ആയിരുന്നു. എന്റെ അമ്മോ, ഈച്ച് ആൻഡ് എവ്രി വൺ, ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റുകൾ വരെ എന്ത് അഭിനയം, എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിലൊന്നും എനിക്ക് ഒരു നെഗറ്റീവ് അഭിപ്രായമില്ല. എനിക്ക് ഈ ഒരു ഫിലിമിന്റെ സ്റ്റോറി കൊണ്ടുപോയത് വെറുതെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ പോലെ തോന്നി. അത് എന്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ. നിങ്ങൾക്ക് കണ്ടു നോക്കാം, ചിലർക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടാവും. പക്ഷെ എനിക്ക് കാരണം അത്രയും പ്രതീക്ഷിച്ചതുകൊണ്ടായിരിക്കാം. അപ്പം ഇതേ ഉള്ളൂ എന്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് കണ്ടു നോക്കണേ കണ്ടു നോക്കാം. ഓക്കെ, സി യു ദെൻ, സി യു ഇൻ നെക്സ്റ്റ് വീഡിയോ. അടുത്ത അറിവുകളുമായിട്ട് ഞാൻ വരുന്നതാണ്. മൂവി റിവ്യൂസ് മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും, സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയായിരിക്കും, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ചർച്ചയ്ക്ക് എടുക്കാം. അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഇപ്പം നമ്മളുടെ ശ്രദ്ധയിൽപ്പെടാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ, ഈ ഒരു ചാനലിൽ കൊണ്ടുവരുന്നതാണ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. സി യു ദെൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.